എറണാകുളം ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി 1-ാം വാർഡിൽ സ്ഥാപിച്ച ഓപ്പൺ ജിംനേഷ്യം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നെല്ലിക്കുഴി 1-ാം വാർഡിൽ ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിച്ചത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ പ്രായക്കാർക്കും വ്യായാമം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിലാണ് എല്ലാ വാർഡുകളിലും ഒരു ഓപ്പൺ ജിം അല്ലെങ്കിൽ കളിസ്ഥലം എന്ന ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത്. ഓപ്പൺ ജിം ജില്ലാ പഞ്ചായത്ത് അംഗം PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10-67 വർഷക്കാലമായി നടക്കാത്ത ഒട്ടേറെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വരാൻ പോകുന്ന 5 വർഷക്കാലം അല്ലെങ്കിൽ 4.25 വർഷക്കാലം ഇവിടെ ഞങ്ങൾ വിജയിച്ചു വന്നിട്ടുള്ള ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന്റെ കൂട്ടായ ശ്രമങ്ങളിലൂടെ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇവിടെ മുമ്പ് 2025-26 സാമ്പത്തിക വർഷത്തിലാണ് ഇവിടെ ഓപ്പൺ ജിം എന്നൊരു പദ്ധതി കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറായിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു കട്ട വിരിച്ച തറ മാത്രമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ വർക്കുകൾ തുടങ്ങി വെച്ച് ഒന്നും അവസാനിപ്പിക്കാത്ത നിലയിലായിരുന്നു ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായി കടന്നു ചെന്നത്. ഞാൻ ആ ഫയല് എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പൺ ജിം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ആ കരാറുകാരന് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് ഓപ്പൺ ജിം യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ സംയുക്തമായി വരുന്ന 5 വർഷ കാലയളവിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് PAM ബഷീർ പറഞ്ഞു. കുട്ടികൾ, വനിതകൾ, പ്രായമായവർ എന്നിവർക്കെല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ഓപ്പൺ ജിമ്മിൽ ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനിറ നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൃന്ദ മനോജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ കൊട്ടാരം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെൽജ ജോസ്, CK സത്യൻ, അദീന ജബ്ബാർ, അജീബ് ഇരമല്ലൂർ, അസീസ് മാമോളം, നാസർ വട്ടേക്കാടൻ, അലി പടിഞ്ഞാറേച്ചാലിൽ, സുലൈമാൻ, മുസ്തഫ, നൌഷാദ്, ഷിനോജ്, അൻവർ, നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.